ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. വാർത്തകൾ തുടർന്നു. പെരിന്തൽമണ്ണയിൽ 104 ഗ്രാം MDMA-യുമായി എയ്ഡഡ് സ്കൂൾ മാനേജർ അടക്കം 2 പേർ പിടിയിലായി. കൊടിഞ്ഞി സ്വദേശികളായ ദാവൂദ് ഷമീൽ, ഷാനിദ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ വരികയായിരുന്ന സംഘം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് നിന്നാണ് പിടിയിലായത്. നിർത്താതെ പോയ കാർ പോലീസ് വാഹനം കുറുകെയിട്ട് സിനിമാ സ്റ്റൈലിൽ തടഞ്ഞ് പരിശോധിക്കുകയായിരുന്നു. മലപ്പുറം ജില്ലയിലേക്ക് കാറുകളിലും മറ്റു ചെറുവാഹനങ്ങളുമായി MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരാണ് 104 ഗ്രാം MDMA-യുമായി പിടിയിലായത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരികയെന്ന ഇവരുടെ കാർ പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് വാഹനം കുറുകെയിട്ട് തടഞ്ഞു നിർത്തിയാണ് പരിശോധിച്ചത്. കാറിന്റെ മുൻവശത്ത് എഞ്ചിനടിയിലായി രഹസ്യ അറയിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. മൊറയൂരിലെ LP സ്കൂളിലെ മാനേജറാണ് ദാവൂദ് ഷമീൽ എന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ ബംഗളൂരുവിലും നാട്ടിലും ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബംഗളൂരുവിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലായിരുന്നു ലഹരിക്കടത്ത്. സ്ഥിരം ലഹരിക്കടത്ത് രീതികൾ പോലീസും എക്സൈസും വ്യാപകമായി പിടികൂടാൻ തുടങ്ങിയതോടെ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ലഹരിക്കടത്ത് സംഘം. മലപ്പുറത്തേക്ക് ലഹരിക്കടത്ത് വ്യാപകമായെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ CI സുമേഷ് സാഗർ, SI ഷിജോ സി തങ്കച്ചൻ, അഡീഷണൽ SI സതീശൻ, പെരിന്തൽമണ്ണ മലപ്പുറം ഡാൻസ് ഓഫ് ടീമുകൾ എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരിക്കടത്ത് പിടികൂടിയത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും. കേരള വിഷൻ, പെരിന്തൽമണ്ണ.